അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ കണ്ടാലോ? എളുപ്പത്തിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ചോറ് വെച്ചിട്ടാണ് റെഡിയാക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് 1 കപ്പ് ചോറ് എടുക്കുക. ഏത് ചോറ് വേണേലും എടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ച് വരണം. അങ്ങനെ ഇപ്പോൾ ഇത് അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബൗളിലോട്ട് ഇതിനെ മാറ്റാം. അതിനുശേഷം ഞാനിപ്പോൾ 1 കപ്പ് മൈദാപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് മൈദാപ്പൊടി തന്നെ എടുക്കുക, അല്ലെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടി തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഓരോ കപ്പ് വീതം മൈദാപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് കളറാണ് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ കളർ ചേർത്ത് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ കളറൊന്നും ഇല്ലെങ്കിലും അങ്ങനെ മഞ്ഞൾപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ആദ്യം ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് കുഴച്ചെടുക്കണം. അതായത് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നില്ല, അതേപോലെ കുഴച്ചെടുക്കണം. നല്ല കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ നോക്കട്ടെ ഇത് കുഴഞ്ഞ് കിട്ടുന്നുണ്ടോയെന്ന്. കുറച്ചും കൂടി പൊടി ബാക്കിയുണ്ട് ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് വരാം. ഇനി വെള്ളം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചോറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചതാണല്ലോ, അപ്പോൾ ആ വെള്ളം തന്നെ മതിയാകും. ഓരോ പൊടിക്ക് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോരോ ചപ്പാത്തി മാവിൻ്റെ ഉരുളകൾ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒരു കുഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നില്ല, അത്രയും അളവിലാണ് എടുക്കുന്നുള്ളത്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു 10 എണ്ണമാണ് കിട്ടുന്നുള്ളത്. നിങ്ങളെ എന്താ പറയുക, ബോളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്, കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കാം. ഞാൻ 10 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ചെറിയൊരു കപ്പ് എടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ, നൈസ് പത്തിരിക്ക പൊടി ഉണ്ട്, ആ പൊടി എടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അവിടെ മിക്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇത് 2 തുല്യ അളവിലാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മാറ്റി വെച്ച് കൊടുക്കാം. ഇതേപോലെ കലക്കിയതിന് ശേഷം എന്നിട്ട് ഓരോ ഉരുളയും എടുത്തിട്ട് നമുക്ക് ചെറിയ കുഞ്ഞു ചപ്പാത്തി പോലെ ആക്കി കൊടുക്കണം. ഈ ആക്കി കൊടുക്കുന്ന സമയത്ത് പൊടി പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, മൈദപ്പൊടിയല്ല. പച്ചരിപ്പൊടി ഇട്ട് തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കുക. കുഞ്ഞു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഈ പരത്തേണ്ട സമയം മാത്രമേ ഇതിലുള്ളൂ, ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 9 കൂടി ഞാൻ പരത്തി എടുത്തിട്ട് വരാം. അങ്ങനെ എല്ലാം കൂടി പരത്തി എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എടുക്കുക. എന്നിട്ട് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും ഓയിലും ഉണ്ടല്ലോ, അത് ഇതിന് മുകളിൽ ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ബ്രഷ് ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് തേച്ച് കൊടുത്താലും മതി. എല്ലായിടത്തും ആവുന്ന വിധത്തിൽ വേണം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ചപ്പാത്തി കൂടി എടുത്തിട്ട് അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഒരേപോലെ ആയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിന് മുകളിലും വീണ്ടും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഞാൻ 5 എണ്ണമാണ് ഇങ്ങനെ ഒരേപോലെ തേച്ച് കൊടുക്കുന്നുള്ളത്. ബാക്കി 5 എണ്ണം വേറെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. ആദ്യത്തേൽ 5ഉം രണ്ടാമത്തേൽ 5, അങ്ങനെ 2 പാർട്ടായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ മുകളിൽ കൂടി തേച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല ടൈറ്റിലോട്ട് ഇങ്ങനെ ഒന്ന് റോള് ചെയ്തെടുക്കാം. ഇതേപോലെ ടൈറ്റിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ആ ഭാഗം ഒന്നുകൂടി ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് അമർത്തിയ ശേഷം ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ലവണ്ണം ഒട്ടിക്കിട്ടുന്നതാണ്. അഥവാ നിങ്ങൾ ഇത് ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് മൈദാമാവിൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് ഒട്ടിച്ച് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടിപ്പിടിച്ച് കഴിക്കും. എന്നിട്ട് നമുക്ക് 2 അറ്റവും ഒന്ന് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അന്ന് മുറിച്ച് കളയുക. പിന്നീട് വേറെ ആക്കി വെച്ചാൽ മതി. ചെറിയൊരു കഷ്ണം 2 ഭാഗത്തു നിന്ന് അത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലോട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അധികം തിന്നോ എന്നാൽ നല്ല തടിച്ചതോ അല്ല, മിഡിലുള്ള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു പാത്രം നിറയെ കുറേ പലഹാരമാണ് ഇതിൽ നിന്ന് കിട്ടുക. ഇങ്ങനെ ലെയർ കാണണം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ, ഇതിൽ കാണുന്നത് പോലെ. എന്നിട്ട് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം. ആ ലെയർ 2 സൈഡിൽ കാണുന്ന വിധത്തിലാണ് വെച്ച് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഒരു കോല് കൊണ്ട്
എത്രയാണോ നമുക്ക് നീളം വേണ്ടത് അത്ര ആക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല നീളത്തിൽ വരും. ഇതേപോലെ കണ്ടല്ലോ. അങ്ങനെ എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കുക. ഓയിൽ നല്ലവണ്ണം ചൂടായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇടുമ്പോഴത്തേക്കും നല്ല ചൂടായിരിക്കണം ഓയിലിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പാനിലോട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഒരു സൈഡ് ഇളം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നല്ല നിറയൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഒന്ന് പൊങ്ങി വരും, ചെറുതായിട്ട് പൊങ്ങി വരും. ആ സൈഡും നല്ല ക്രിസ്പി ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. ഒട്ടും തന്നെ ഓയിൽ കുടിക്കില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ. ബാക്കിയുള്ളതും ഇതേ ഓയിലത്തോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ മധുരമൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അതിന് ഉള്ളിലോട്ടൊക്കെ പോയിട്ട് നല്ല മധുരമായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ പൊടി ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താലും മതി. അന്നേരം കുറച്ചിങ്ങനെ ക്രിസ്പിനെസ് പോകുന്നതായിട്ടാണ് എനിക്ക് അറിയുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.